ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പാശ്ചാത്യരെന്താണോ പറഞ്ഞിട്ടുള്ളത് അവരുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. വെസ്റ്റേൺ കോൺസെപ്റ്റിലെ എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ അതിപ്രകാരമാണ്: എഡ്യൂക്കേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് നോളജ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കുള്ള അറിവിൻ്റെ കൈമാറ്റമാണ്. അവിടെ പഠിപ്പിക്കുന്നുമുണ്ട്, പഠിക്കുന്നുമുണ്ട്. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുന്നുമുണ്ട്. കുറച്ചും കൂടി വിപുലമായി നമ്മളൊന്ന് നോക്കിയാൽ എഡ്യൂക്കേഷൻ ഈസ് എനി പ്രോസസ് by which an individual gains knowledge or insight and develops attitude or skills. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ, ആ പ്രക്രിയയിലൂടെ ഏതൊരു വ്യക്തിയും അറിവും അതുപോലെ ഉൾക്കാഴ്ചയും സ്വഭാവ സവിശേഷതകൾ മനോഭാവങ്ങളൊക്കെ കൈവരിക്കുന്നു. സോക്രട്ടീസ് എന്ന തത്വചിന്തകൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന സാർവത്രിക സാധുതയുള്ള ചിന്താധാരകളെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അറിവ് അഥവാ നോളേജ് എന്ന് പറയുന്നത് ഒരു പരമമായ ഗുണമാണ്. ആ അറിവ് നേടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് അപ്പോഴാണ് ആ വ്യക്തിയുടെ അറിവ് പൂർണ്ണമാകുന്നത്. ആ അറിവ് നേടുന്നത് സത്യത്തിലൂടെയാണ്. ആ സത്യം ഈശ്വരനിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പ്ലേറ്റോ എന്ന തത്വചിന്തകനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനും ആത്മാവിനും പൂർണ്ണത നൽകാൻ കഴിയുന്ന എന്താണോ അതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പം യഥാർത്ഥ വിദ്യാഭ്യാസം ഒരു വ്യക്തിയിൽ ട്രൂത്ത്, ഗുഡ്നെസ്, ബ്യൂട്ടി തുടങ്ങിയ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നു. ഇത് ശരിക്കും ഭാരതീയ ചിന്താഗതിയിലെ സത്യം, ശിവം, സുന്ദരം എന്ന മൂല്യവുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ്. അരിസ്റ്റോട്ടിൽ എന്ന തത്വചിന്തകനെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അക്വയർ ചെയ്യാനുള്ളൊരു ആർട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുതെ പ്ലഷർ നേടുക എന്നതല്ല, അതിനപ്പുറം പരമമായൊരു ആനന്ദം നേടാനുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം വരാം, എന്താണ് ഹാപ്പിനെസ്സും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പ്ലഷർ ഈസ് ടേക്കിംഗ് വൈൽ ഹാപ്പിനെസ് ഈസ് ഗിവിങ്. മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയാണ്, ഒരു സന്തോഷമാണ് ഹാപ്പിനെസ്സിനെ പ്ലഷറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യൻ, സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ളൊരു മനുഷ്യനാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസം. റൂസോയെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് 3 വ്യത്യസ്തങ്ങളായ ഉറവിടങ്ങളാണുള്ളത്: എഡ്യൂക്കേഷൻ ബൈ നേച്ചർ, എഡ്യൂക്കേഷൻ ബൈ മെൻ, എഡ്യൂക്കേഷൻ ഫ്രം സർക്കംസ്റ്റാൻസസ്. അതായത് നേച്ചറിൽ നിന്നും പഠിക്കുക, പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സ്വാഭാവികമായി പഠിച്ച് വളരുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബൈ മെൻ, സോഷ്യൽ കോണ്ടാക്റ്റുകളിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രൂപ്പ്, അതിൽ നിന്നെല്ലാം ഒരു വ്യക്തി പഠിക്കുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫ്രം എക്സ്പീരിയൻസസ്, അനുഭവങ്ങളിലൂടെ പഠിക്കുക. അങ്ങനെ 3 ഉറവിടമാണ് വിദ്യാഭ്യാസത്തിനെന്ന് റൂസോ പറയുന്നു. റൂസോയെ സംബന്ധിച്ച് പറയുമ്പം 2 തരത്തിലാണ് വിദ്യാഭ്യാസമുള്ളത്: പോസിറ്റീവ് എഡ്യൂക്കേഷനും നെഗറ്റീവ് എഡ്യൂക്കേഷനും. പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ അക്കാഡമിക് ലേണിംഗ് തന്നെയാണ്. അതായത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ടും അവരുടെ വെൽബീയിങ്ങുമായിട്ടും ബ്ലെൻഡ് ചെയ്തു വരുന്ന അക്കാഡമിക് ലേണിങ്ങിനെയാണ് നമ്മൾ പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിയെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വളരാൻ വേണ്ടിയിട്ട്, റെസ്പോൺസിബിളായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ പ്രാപ്തമാക്കാൻ നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസമാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ. അതായത് അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് സയൻസ് ഓഫ് വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ്. അതായത് നമ്മുടെ അക്കാഡമിക് ലേണിംഗ് തന്നെ. അവിടെ ഒരു ഡ്രോബാക്കായിട്ട് റൂസോ പറയുന്നത്, ഒരു കുട്ടിയുടെ മനസ്സ് ആ ഒരു ഐഡിയാസ്, ആ ഒരു ചിന്തകൾ
റിസീവ് ചെയ്യാൻ പ്രാപ്തമാകുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ പോസിറ്റീവ് എഡ്യൂക്കേഷനിൽ അവനിലേക്ക് ചിന്തകളും അതുപോലെ തന്നെ കുറേയേറെ ഐഡിയാസ് ആ ഒരു കുട്ടിയിലേക്ക് കൊടുക്കാറുണ്ട്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത് ട്രഡീഷണലായിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസ രീതി അഥവാ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അതായത് ഇവിടെ കുട്ടി സ്വതന്ത്രനാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം തനിക്ക് ചുറ്റുപാടിൽ നിന്നും കുട്ടി സ്വന്തം അനുഭവങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് യാതൊന്നും ആ ഒരു കുട്ടിയിലോട്ട് ഇമ്പോസ് ചെയ്യുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിയെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇറക്കി വിടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രകൃതിക്ക് അനുസരിച്ചിട്ട് നാച്ചുറലായിട്ട് തന്നെ അവരിൽ ഡെവലപ്മെൻറ്റുകൾ നടന്നോളും, നോളേജ് അവരെ അക്വയർ ചെയ്തോളും എന്നാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ പറയുന്നത്. റോബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെയൊക്കെ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് ഓൾറെഡി എൻഫോൾഡ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെ അൺഫോൾഡ് ചെയ്യുകയാണ് വിദ്യാഭ്യാസം. അവിടെ പുതിയതായിട്ടൊന്നും കൊടുക്കുകയല്ല, ഒരു കുട്ടിയുടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എക്സ്റ്റേണൽ ആക്കുന്നതാണ് വിദ്യാഭ്യാസം. ഫോർബെലിനെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4 ബേസിക് ഐഡിയയുടെ പുറത്താണ് റെസ്റ്റ് ചെയ്യുന്നത്. ആ ഐഡിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫ്രീ സെൽഫ് എക്സ്പ്രഷൻ, അതായത് ഒരു കുട്ടിക്ക് അതിന് സ്വയം പ്രകടമാകുക, അതിൻ്റെ എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാനുള്ളൊരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ ക്രിയാത്മകത, അതുപോലെ തന്നെ ഒരു സാമൂഹിക പങ്കാളിത്തം, ചാലകശക്തി, അതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലേ, ലേൺ ആൻഡ് എക്സ്പ്ലോർ എന്നാണ്. ചെയ്തു പഠിക്കുന്നതിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ കളിച്ചു പഠിക്കുക, അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് ഫ്രോബലിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ജോൺ ഡൂയിയെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ കഴിവുകളെ സമൂഹത്തിൻ്റെ ഡിമാൻഡുകൾക്കനുസരിച്ച്, സോഷ്യൽ സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റുന്ന വഴി ആ കുട്ടിക്ക് സ്വയം കണ്ടെത്താനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം കൊണ്ട് ആ കുട്ടിക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു കഴിവ് കൈവരിക്കുന്നു. അതോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് റെസ്പോൺസിബിളായിട്ടുള്ളൊരു ഇൻഡിവിജ്വലായി മാറാനും ആ കുട്ടിക്ക് സാധിക്കുന്നു. ഹെർബർട്ട് സ്പെൻസറെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിവിങ് ആണ്. അതായത് എല്ലാ തലങ്ങളും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, സാമൂഹികപരമായിക്കോട്ടെ, അതുപോലെ ബൗദ്ധികമായിട്ടോ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന എന്താണോ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ എല്ലാ രീതിയിലും പൂർണ്ണനാക്കുക, ഒരു സാമൂഹിക ജീവിയാക്കുക, ഒരു കംപ്ലീറ്റ് ലിവിങ്ങിന് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.